വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായി. കൊലപാതകത്തിന് ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയ വെഞ്ഞാറമൂട്ടിലെ കടയിലെത്തിച്ച് തെളിവെടുത്തു. കടയുടമ അഫാനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തുടർന്ന് മുത്തശ്ശി സൽമ ബീവിയുടെ മാല പണയം വെച്ച സ്ഥാപനത്തിലും അഫാൻ എത്തിച്ച് തെളിവെടുത്തു. കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ്. കസ്റ്റഡി കാലാവധി തീരുന്ന അഫാനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സാമ്പത്തിക ബാധ്യത ഉള്ളതായി തെളിവ് ലഭിച്ചുവെന്ന് റൂറൽ SP കെ സുദർശൻ പറഞ്ഞു. സാമ്പത്തിക പ്രശ്നം ഉള്ളതായിട്ടുള്ള എല്ലാ തെളിവുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മറ്റെന്തെങ്കിലും അതിലുണ്ടോ എന്നുള്ളത് വിശദമായിട്ടുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊഴിയെടുക്കാനുണ്ട്. സൈബർ എവിഡൻസുകളും മറ്റ് കോൾ ഡീറ്റെയിൽസ് അനുസരിച്ചുള്ള മറ്റ് സാക്ഷികളുടെ മൊഴികളായിട്ട് പല ആളുകളും ചോദ്യം ചെയ്യുന്നതിനും മൊഴിയെടുക്കുന്നതിനും ബാക്കിയുണ്ട്. അശ്വിൻ ഡിയാഗോയുടെ വിശദാംശങ്ങളുമായി. അശ്വിൻ, ഇന്ന് എവിടെയൊക്കെയായിരുന്നു തെളിവെടുപ്പ്? അഫാനെ ഈ ജീവനക്കാർ ഉൾപ്പെടെ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലേ? അമിത, ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ ആദ്യം കൊല്ലപ്പെട്ട ഇവന്റെ ഉമ്മുമ്മ, അതായത് ഈ അഫാന്റെ ഉമ്മുമ്മയുടെ പാങ്ങോട്ടെ തെളിവെടുപ്പുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലെ പാങ്ങോട് പോലീസിന്റെ തെളിവെടുപ്പ് അത് പൂർത്തിയായിരിക്കുകയാണ്. ഇന്നലെയും ഇന്നുമായാണ് തെളിവെടുപ്പ് നടന്നത്. ഇന്ന് ഈ ചുറ്റിക, ഈ കൊലപാതകങ്ങളെല്ലാം അഫാൻ നടത്തിയ ആ ഒരു ചുറ്റിക വാങ്ങാൻ എത്തിയ കടയിലാണ് ആദ്യം തെളിവെടുപ്പിന് എത്തിച്ചത്. അവിടെ ഈ കടയുടമ ഈ അഫാനെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തൊട്ടടുത്ത് തന്നെയുള്ള ഈ ധനകാര്യ സ്ഥാപനത്തിലെത്തി അവിടെയും തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഈ കൊലപാതകത്തിന് ശേഷം ഈ ഉമ്മുമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല പണയം വയ്ക്കാൻ എത്തിച്ച സ്ഥാപനമാണ് അത്. ഈ സൽമാ ബീബിയുടെ മാല പണയം വയ്ക്കാൻ എത്തിയത് അഫാൻ തന്നെയാണ് എന്ന കാര്യം ആ ജീവനക്കാരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പിന്നീട് അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കടയിലേക്ക്, ബാഗ് വാങ്ങിയ കടയിലേക്കാണ് പോലീസ് തെളിവെടുപ്പിനായി എത്തിയത്. ഈ ബാഗിലാണ് ഈ അഫാൻ ഈ ചുറ്റിക ഒളിപ്പിച്ച് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയത് എന്നുള്ളതാണ്. എന്തായാലും ഈ തെളിവെടുപ്പുകൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ അഫാന്റെ മൊഴിയാണ്. അതായത് ഈ അമ്മയെ ആദ്യം കഴുത്തു ഞെരിച്ച് റൂമിൽ ഇട്ടതിന് ശേഷം ഈ കൊലപാതകം നടത്തുകയാണ് ഉണ്ടായത്. ആദ്യം ഈ വാപ്പുമ്മയെ കൊലപ്പെടുത്തുന്നു. ശേഷം കൊലപാതകം നടത്തി വീട്ടിലെത്തിയപ്പോൾ മുറിയിൽ നിന്ന് അമ്മയുടെ കരച്ചിൽ കേൾക്കുന്നു. അങ്ങനെയാണ് വീണ്ടും മുറിയിലേക്ക് എത്തി അമ്മയോട് കാര്യം പറയുന്നു. ഈ ഉമ്മുമ്മയെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യം ഈ അമ്മയെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതിനുശേഷമാണ് അമ്മയെ ചുറ്റിക കൊണ്ട് ആക്രമിക്കുന്നത് എന്ന മൊഴിയാണ് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതിയുടെ മൊഴി മാത്രം കേന്ദ്രീകരിച്ചല്ല ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എന്നുള്ളതാണ് റൂറൽ SP പറഞ്ഞിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും വീണ്ടും കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡി കാലാവധി തീരുന്നത് അഫാനെ മൊഴിയെടുക്കുന്നതിനും ഒപ്പം തെളിവെടുക്കുന്നതിനും ഒക്കെയുള്ള നടപടിക്രമങ്ങൾ ബാക്കിയാണെന്നാണ് പോലീസ് പറയുന്നത്.